നമസ്കാരം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ നമുക്കറിയാം. ആഗസ്റ്റ് 15 മുതലാണ് അഗ്നിപരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ ഈ ബിഗ് ബോസ് അഗ്നിപരീക്ഷ എന്ന് വന്നപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ കയറിയിട്ട് ഞാൻ മറ്റുള്ള ഭാഷകളിൽ നടന്ന അഗ്നിപരീക്ഷ ഞാനൊന്ന് കണ്ടു. എൻ്റെ പൊന്നോ, അന്യായ ടൈറ്റാണ്. ഇപ്പൊ മലയാളത്തിൽ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ മറ്റുള്ള ഭാഷകളിൽ ഇത് നടത്തിയപ്പോൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ ടാസ്ക് ഒക്കെ ആയിട്ട് പോകുമെങ്കിലും നമ്മളൊരു ബിഗ് ബോസ് പോലെ തന്നെ അത് മാറും എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോരുത്തരും അപ്പം പുറത്തായിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് അത് മഞ്ഞ കാർഡുണ്ട്, റെഡ് കാർഡുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ളതാണ് ഈ പറഞ്ഞ അഗ്നിപരീക്ഷ. നമ്മൾ ഈ കാണുന്ന പോലെ സിമ്പിൾ ഒന്നുമല്ല. അപ്പൊ ഈ അറിഞ്ഞത് വെച്ചിട്ട് ഈ പറയുന്ന ജഡ്ജസ് തമ്മിൽ വരെ അതിനകത്ത് ഉടക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ജഡ്ജസ് ആരൊക്കെയാണ്. ഒന്ന് അഖിൽ മാരാർ, രണ്ട് റിയാസ് സലീം, മൂന്ന് രഞ്ജിനി ഹരിദാസ്. ഇത് എടുത്തു പറയേണ്ട ഒരാളാണ് റിയാസ് സലീം. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഷാനവാസ് നല്ല ഊക്കി വിട്ട ആളാണ്. പക്ഷെ എന്തോ തരത്തില് ബിഗ് ബോസിന് റിയാസിനെ വിട്ടൊരു കളിയേ ഇല്ല. റിയാസ് മറ്റൊന്നുമല്ല, റിയാസ് ട്രിഗർ ചെയ്യാൻ മിടുക്കനാണ്. നല്ല അന്യായമായിട്ട് ട്രിഗർ ചെയ്യും. എത്ര കൺട്രോളിൽ നിൽക്കുന്ന ഒരാളെയാണെങ്കിലും ട്രിഗർ ചെയ്ത് അവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു ദേഷ്യത്തെയൊക്കെ വെളിയിൽ കൊണ്ടുവരാൻ ഈ പറഞ്ഞ റിയാസ് സലീമിന് പറ്റും. അത് തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ടാണ് റിയാസിനെ പല സീസണുകളിലും റിയാസിനെ കൊണ്ടുവരുന്നതും പലരെ ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടി നോക്കുന്നതും ഒക്കെ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് എടുത്തിട്ട് കൊടുത്തു എന്നുള്ളതാണ് നമ്മളെല്ലാരും കണ്ടതാണ്. ആ പഴയ ഒരു റിയാസ് സലീമിന് പഴയ ഒരു ഇതൊന്നും ഇല്ല. എന്നാലും ഞാൻ പ്രത്യേകം ഈ റിയാസ് സലീമിന്റെ കാര്യം തന്നെ പറയാൻ കാരണം, റിയാസ് ഒരു പ്രത്യേക വിഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ അങ്ങനെ അവിടെ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എന്നിരിക്കട്ടെ, പുള്ളി അത് ശരിക്കും ട്രിഗർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണ്. എന്തായാലും ഇനി നമുക്ക് അഗ്നിപരീക്ഷ വരുമ്പോഴേ യഥാർത്ഥമായ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയത്തുള്ളൂ. എന്തായാലും ജഡ്ജസ്മാർ തമ്മിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. നമുക്ക് കാണാൻ കഴിയുന്നത് ആഗസ്റ്റ് 15 മുതലാണെന്നാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് വോട്ടിംഗ് ഉണ്ടെന്ന് പറയുന്നു. ആ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കയറി കണ്ടപ്പോൾ ഉണ്ടല്ലോ, മറ്റുള്ള അഗ്നിപരീക്ഷ, ഞാൻ നേരത്തെ പറഞ്ഞ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി മറ്റുള്ള ഭാഷകളിൽ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഈ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകൾ ഇല്ലേ അകത്ത്, അതിനേക്കാളെല്ലാം കഠിനമായ ടാസ്ക് ആണ്. യെല്ലോ, ഗ്രീൻ, നമ്മൾ ഈ ഫുട്ബോളൊക്കെ കണ്ടിട്ടുള്ള പോലെ യെല്ലോ കാർഡ്, റെഡ് കാർഡ്, ഗ്രീൻ കാർഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഗ്രീൻ കാർഡ് ഞാൻ പറയുന്നത് ഫുട്ബോളിലില്ല. പക്ഷെ യെല്ലോ കാർഡ്, റെഡ് കാർഡ് ഉണ്ടല്ലോ, രണ്ട് യെല്ലോ കാർഡ്. അതിന് ഈ ഒരു കോൺടസ്റ്റിൽ തന്നെ രണ്ട് യെല്ലോ കാർഡ് കണ്ടാൽ അതൊരു റെഡ് കാർഡിന് തുല്യമാണ്, ആള് പുറത്താകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. അതുപോലെ റെഡ് കാർഡ്, സ്ട്രെയിറ്റ് റെഡ് കാർഡ് കൊടുക്കുന്നതും ഉണ്ട്. പിന്നെ ഉള്ളത് ഗ്രീൻ കാർഡാണ്. ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സേഫ് ആണ്, അകത്തേക്ക് പോകാം എന്നുള്ളതാണ്. ഇപ്പൊ സേഫ് ആണ് എന്നുള്ളതാണ്. എന്തായാലും അഗ്നിപരീക്ഷ ഒരു കിഡിലൻ ടാസ്കുകളായിരിക്കും കൊടുക്കുന്നത്. മലയാളത്തില് മറ്റുള്ള ഭാഷകളിൽ കിഡിലൻ ടാസ്ക് ആണ് കൊടുത്തത്. മലയാളത്തിൽ ഇനി എന്താണെന്ന് കരുത്തില്ല. ഇനി അടിച്ചോ പിടിച്ചോ ഒക്കെ ആണെന്ന് അറിയാം. നമുക്കറിയാലോ, ബിഗ് ബോസിനകത്ത് തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, ബിഗ് ബോസ് കൊടുക്കുന്ന ഓരോ ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിലൊക്കെ അതിലും നല്ല ടാസ്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ സ്റ്റാർ മാജിക്കിലൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന പരിപാടിയായിരുന്നല്ലോ. അപ്പം ആ സ്റ്റാർ മാജിക്കിനേക്കാൾ കുറവാണ് ചില സമയത്ത് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ടാസ്കുകൾ. ഇനി മലയാളത്തിൽ ഇനി അഗ്നിപരീക്ഷയിൽ ഇനി എന്തൊക്കെ ടാസ്കുകളാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലൊന്നും അല്ലാതിരിക്കട്ടെ. എന്ന് വെച്ചാൽ കുട്ടിയും കോലും കളി, അതുപോലെ അടിച്ചോ പിടിച്ചോ, ഞാൻ പറഞ്ഞതുപോലെ സാറ്റ് കളി, അതുപോലുള്ള ഒന്നും കൊടുക്കാതെ ഇതുപോലുള്ള ടൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുത്താണ്ടല്ലോ, മറ്റുള്ള ഭാഷകളിൽ കൊടുത്തിരിക്കുന്നത് പോലെയൊക്കെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരിക്കും. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ വരെ നടക്കുന്നുണ്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ. പിന്നെ കണ്ടസ്റ്റൻസിനെ രണ്ട് ടീമായിട്ട് തിരിച്ചിട്ട് രണ്ട് സെക്ഷനായിട്ട് മാറ്റിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് മലയാളത്തിൽ ഉണ്ടെന്നല്ല, പക്ഷെ മറ്റുള്ള ഭാഷകളിൽ അങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരുന്നത്. മലയാളത്തിലും ഞാൻ പറഞ്ഞിട്ട് ഞാനത് കുറച്ച് ഭാഗങ്ങൾ കണ്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞാലും മലയാളത്തിൽ അങ്ങനെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് രണ്ടാമത്തെ ജഡ്ജ് നമ്മുടെ അഖിൽ മാരാറാണ്. അഖിൽ മാരാറിനെ കുറിച്ച് അറിയാലോ, വാക്ചാതുര്യം ഭയങ്കരമാണ്, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആളാണ്. അവരുടെയൊക്കെ മുന്നിൽ ഈ ജഡ്ജസിന്റെ ഒക്കെ മുന്നിൽ എങ്ങനെ കണ്ടസ്റ്റൻസ് പിടിച്ചു നിൽക്കും എന്നുള്ളത് നമുക്കൊരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ് നേരെ വാ നേരെ പോ, നേരെ പറയും, പറയാനുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന ആളാണ്. അപ്പൊ ഈ മൂന്ന് ജഡ്ജസും അടിപൊളിയാണ്. ഞാൻ നോക്കിയിട്ട് അവര് തമ്മിൽ ഇനി ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ പറയുന്നത് പോലെ എന്തായാലും മൂന്ന് ജഡ്ജസും ഈ അഗ്നിപരീക്ഷയ്ക്ക് വരുന്ന കണ്ടസ്റ്റൻസിനെ വെള്ളം കുടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ ഹോസ്റ്റ് ചെയ്യാൻ വരുന്നത് റനീഷ റഹ്മാനാണ്. റനീഷ റഹ്മാൻ നല്ലൊരു നല്ലപോലെ ഹോസ്റ്റ് ചെയ്യും. നമുക്ക് പല പരിപാടികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം റനീഷ റഹ്മാനാണ് ഹോസ്റ്റ് ചെയ്യാൻ വരുന്നത്. ഇതെല്ലാം പുറത്തായ കാര്യങ്ങളാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അല്ല പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളായിട്ട് വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് വരികയൊന്നുമല്ല. മറ്റൊരു കാര്യം പറയേണ്ടത്, ഇതിനകത്ത് പലരും പല പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ പുതുതായിട്ട് കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ 2-3 പേര് ഞാനിപ്പോ പറയാം. അത് കൺഫേം ആണെന്നാണ് പറയുന്നത് കേട്ടോ, എനിക്ക് അറിയത്തില്ല. സെലിബ്രിറ്റീസ് ആണ്. ബീന ആന്റണി, അതുപോലെ റിനി ആൻഡ് ജോർജ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നടി. അതുപോലെ തന്നെ സീത, തമിഴ് സിനിമയിലും മലയാള സിനിമയിലൊക്കെ ഒരു സമയത്ത് നല്ലൊരു നടിയായിരുന്നു. അപ്പൊ ആ നടിയും ഇതിനകത്തുണ്ട്. ഈ 3 പേരുടെ പേര് ഇപ്പം
പുതുതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉണ്ടായിരിക്കുമോ ഇല്ലയോ നമുക്ക് കൺഫേം 100% ഒന്നും പറയുന്നത് നമുക്കറിയത്തില്ല. എന്നാലും സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ കൺഫേം ആയിട്ട് ബീന ആന്റണിയെ പല സീസണുകളിലും വിളിച്ചിട്ടുണ്ട് ഈ ബിഗ് ബോസിലേക്ക്. പക്ഷെ ബീന ആന്റണി പോയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അത് റിനി ആൻഡ് ജോർജ് എന്ന് വെച്ചാൽ റിനി ആൻഡ് ജോർജ് ഒരുപാട് കോൺട്രവേഴ്സിയിൽ നിറഞ്ഞു നിന്ന ആളാണ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ റിനിയാൻ ജോർജ് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ വോട്ടിംഗ് ഒക്കെ എങ്ങനെയൊക്കെ പോകുമെന്നൊക്കെ നമുക്ക് അറിയാം. റിനിയാൻ ജോർജിനെ പിന്നെ ബിഗ് ബോസ് അവിടെ പിടിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നിർത്തുമെന്നുള്ളതല്ലാതെ പിന്നെ അവരുടെ ക്യാരക്ടർ കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും വെളിയിലത്തെ കാര്യങ്ങളല്ലല്ലോ നമ്മൾ നോക്കുന്നത്, ബിഗ് ബോസ് അകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണല്ലോ. ഈ റിനിയാൻ ജോർജിനെ ഇഷ്ടപ്പെടാത്ത കുറെ ഹേറ്റേഴ്സ് വെളിയിലുണ്ട്. ആ ഹേറ്റേഴ്സിനൊക്കെ ചിലപ്പോൾ ഫാൻസ് ആക്കി മാറ്റാനും പറ്റും. ബിഗ് ബോസ് കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട് എല്ലാവർക്കും. വെളിയിൽ നല്ല ഹേറ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് അവിടെ ഹിറ്റ് ആയിട്ട് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് ആയതുകൊണ്ട് റിനിയാൻ ജോർജ് പോയാൽ ചിലപ്പം ഈ ഹേറ്റേഴ്സിനൊക്കെ സപ്പോർട്ടേഴ്സ് ആക്കി മാറ്റാൻ സാധിക്കും. എന്നാലും അവിടെ ഒരു വലിയ കളികളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. റിനി ജോർജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ബീന ആന്റണി പല സീസണുകളിലും വിളിച്ചിട്ട് പോകാത്ത ആളാണ്. എന്തായാലും ഈ സീസണിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. ഈ വട്ടം ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഒക്കെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ എത്ര പേര് വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ കേട്ട പേരുകളൊക്കെ കിടിലം പേരുകളാണ്. ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമയത്തും ബോറടിക്കത്തില്ല എന്നാണ് എന്റെ ഒരു ഭാഗം. പിന്നെ ഈ ബിഗ് ബോസിന് അകത്ത് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് വെളിയിലുള്ള ഒരു സപ്പോർട്ട് കുറയുമോ എന്നൊക്കെ പേടിച്ചു പോയിട്ട് ഗെയിം കളിക്കാൻ പോകുന്നവർ അവിടെ പോയിട്ട് കാര്യമില്ല. അത് സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇപ്പൊ മിക്ക സെലിബ്രിറ്റീസും ഇതിനകത്ത് പോകാൻ മടിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെളിയിൽ ഇപ്പോൾ നല്ല ഡീസന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി അകത്ത് പോയിട്ട് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ വെളി വന്നു കഴിഞ്ഞാൽ കട്ട പുകയാന്നറിയാം. അത് അവരുടെ മനസ്സിലെ പേടി കൊണ്ടാണ്. ഞാൻ ഈ പോകാൻ നിൽക്കുന്ന സെലിബ്രിറ്റീസിനോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളായിട്ട് നിൽക്കുക. നിങ്ങൾ അവിടെ പോയിട്ട് വഴമിടിങ്ങായിട്ട് ഇരിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ സ്വഭാവം വെളി വരട്ടെ. നിങ്ങൾ എങ്ങനെയാണോ അത് അങ്ങനെ നിങ്ങൾ പെരുമാറുക. അല്ലാതെ അവിടെ പോയിട്ട് മിണ്ടാതിരുന്ന് അല്ലെ ഒരു കോണി കൂടെ നടന്നു പോയി അല്ലെങ്കിൽ ബിഗ് ബോസ് തരുന്ന പൈസയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകാം എന്നുള്ളൊരു ധാരണയിൽ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഴ എന്നുള്ള പേരും കേൾക്കും. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു മനുഷ്യൻ പോലും മൈൻഡ് ചെയ്തില്ല. അതിലും നല്ലത് നമുക്ക് അവിടെ എന്ത് കണ്ടന്റ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി തന്നെ കൊണ്ട് പറ്റുമെന്നുള്ളവർ മാത്രം പോവുക. ശരിയല്ലേ? നമ്മൾ പല സീസണുകളിലും കണ്ടിട്ടുണ്ട് ഈ എന്താ ചെയ്യുന്നത്, പല സെലിബ്രിറ്റീസും പോയിട്ട് അവർ മിണ്ടാതിരിക്കും. എന്ത് വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നാലും അതിലൊന്നും തലയിടാതെ എന്നെ ഒന്നും ബാധിക്കത്തില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കും. ആ മാറി നിൽക്കുന്നവരെല്ലാം വാഴ എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. അതിലും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവിടെ പോയി അവരുടേതായ ഭാഗങ്ങൾ പറയട്ടെ. അതിൽ എതിരഭിപ്രായം ഉള്ളവരുണ്ടായിരിക്കാം, അല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. അപ്പൊ അതാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നിങ്ങൾ അവിടെ പോയി മിണ്ടാതിരിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. പറ്റുമെന്നുള്ളവർ മാത്രം പോവുക. അല്ലാതെ ബിഗ് ബോസ് ഞങ്ങൾ ഒരാഴ്ച നിന്ന് കഴിഞ്ഞാൽ ഇത്രയും പൈസ തരും, രണ്ടാഴ്ച നിന്ന് കഴിഞ്ഞാൽ ഇത്രയും പൈസ തരും, ഒരു ദിവസത്തേക്ക് ഇത്രയും പൈസ തരും എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു പോയാൽ നിങ്ങൾ ചിലപ്പോൾ വലിയൊരു കുഴിയിലൊക്കെ ആയിരിക്കും പോയി ചാടുന്നത്. ഒരുപാട് പേരുടെ പേര് പറഞ്ഞു കേൾക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഒരുപാട് പേരുടെ പേര് പറഞ്ഞതിൽ എനിക്ക് വരണമെന്ന് ആഗ്രഹമുള്ള കുറെ പേരുണ്ട്. അതുപോലെ തന്നെ ജാസി വരണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഹെൽനോസ് പാർട്ട, ഇവരൊക്കെ തമ്മിൽ ഒരു അവിടെ തന്നെ വെച്ച് ഒരു ഫൈറ്റൊക്കെ നടക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പറയാൻ പറ്റത്തില്ല, ഈ വെളിയിലുള്ളവരൊക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിക്കളയും. ഇവർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. പിന്നെ എത്ര വരെ അത് പോകുന്നത് നമുക്കറിയാം. എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ആയതുകൊണ്ട് നിങ്ങൾ കൂടി വന്ന 2 ആഴ്ച കൂടുതലൊന്നും നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഡ്രാമ കളിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ വെളിയിൽ വരും. ഇപ്പം വെളിയിൽ വരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റ് തന്നെ ആയിക്കോട്ടെ, ആ ലിസ്റ്റിലൊക്കെ ഞാൻ കണ്ടതിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ആ ലിസ്റ്റിൽ. പക്ഷെ ഇനി അകത്തോട്ട് ഇനി ആരൊക്കെ വരുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി ബിഗ് ബോസ് ആരെയൊക്കെ കേട്ടിടുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇതെല്ലാം പ്രഡിക്ഷൻ ആണല്ലോ. അതായത് എനിക്ക് വരണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് പേര്, ഈ റിനി ജോർജ് ഒക്കെ വരണം, റിനി ആൻഡ് ജോർജ് വരണം, ബീന ആന്റണി വരണം, അതുപോലെ തന്നെ ജാസി വരണം, ഹെൽനോസ് പാർട്ട വരണം. പിന്നെ ഒരുപാട് സീരിയൽ താരങ്ങളുടെ ഒക്കെ പേര് കേൾക്കുന്നുണ്ട്. എന്തായാലും ലേറ്റസ്റ്റ് കോൺട്രവേഴ്സിയിലുള്ള ആൾക്കാരുടെ എല്ലാം പേരുകൾ കേൾക്കുന്നുണ്ട്. ആരാണെങ്കിലും വരട്ടെ, വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് ഇതിന്റെ റിവ്യൂസ് കൃത്യമായിട്ട് ചെയ്തു വരുന്നുണ്ട്. നമ്മൾ ആരുടെയും സൈഡ് പിടിച്ച് ചെയ്യാറില്ല, ആരുടെയും സൈഡ് പിടിക്കാനുമില്ല. ആ വീടിനകത്ത് ആ ഹൗസിനകത്ത് എന്ത് കാണിക്കുന്നു അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്റെ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരുടെ കൂട്ടുകാർ അതിനകത്തുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും നമുക്ക് കൂട്ടുകാരും ഇല്ല അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുമില്ല, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്യത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന കുറെ പേരുണ്ട്. നമുക്ക് കഴിഞ്ഞ സീസണിൽ തന്നെ നമുക്കറിയാം, ഒരാളുടെ പക്ഷം പിടിച്ച് മാത്രം സംസാരിക്കുകയും അവർ പറയുന്നതെല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞൊക്കെ അവർ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞൊക്കെ മുന്നോട്ട് പോയ ഒരുപാട് പേരുണ്ട്. അവസാനം തേഞ്ഞു എന്നുള്ളത് അത് വേറെ കാര്യം. അതുപോട്ടെ. അപ്പം നമ്മളുടെ ചാനലിൽ കൃത്യമായ വിലയിരുത്തലുണ്ടാവും. നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ആ ഹൗസിനകത്ത്, നിങ്ങൾ വെളിയിൽ അവരെന്ത് കാണിക്കാൻ നമുക്ക് വിഷയമില്ല. അവർ ആ ഹൗസിനകത്ത് എന്ത് കാണിച്ചാലും, അത് എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും എന്താണെങ്കിലും എത്ര വലിയ ഫാൻസ് ഉള്ള ആൾക്കാരാണെങ്കിലും അവരെന്തെല്ലാം അതിനകത്ത് കാണിക്കുന്നു അത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ, നമ്മൾ ചെയ്യാറുള്ളൂ, നമ്മൾ ആ വീഡിയോ ചെയ്യാറുള്ളൂ. എന്തായാലും അഗ്നിപരീക്ഷ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര പരീക്ഷണമാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോട്ട് കയറി അഗ്നിപരീക്ഷ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഒരുപാട് മറ്റുള്ള ഭാഷകളിലെ അഗ്നിപരീക്ഷ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടും ഇത് എന്താണെന്നുള്ളത്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.